ഹലോ ഗൈസ്, ഇന്നത്തെ സ്പെഷ്യൽ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനായിട്ട് മാങ്ങ 4 എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലി പൊളിച്ച് ഒരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആ ചട്ടിയിലേക്ക് ഈ മാങ്ങയെല്ലാം കൂടി ഇടാവുന്നതാണ്. 4 മാങ്ങ എടുത്തിട്ടുണ്ട്. 4 മാങ്ങയും അതിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, അതിൻ്റെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഇടുക. 2 പച്ചമുളക് നടുകെ കീറിയിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ശർക്കര പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഈ മാങ്ങ കിടക്കത്തക്ക വിധം വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇത് തിളപ്പിക്കുക. ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് അരമുറി തേങ്ങ, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാവുന്നതാണ്. കൊച്ചു ജാറിൽ മതിയായിരിക്കും അരച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടെ അരച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലേക്ക് ഈ അരപ്പ് ചേർത്ത് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് എടുക്കുക. പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുത്തതിന് ശേഷം ഈ തൈരിൻ്റെ കട്ടയെല്ലാം ഉടയത്തക്ക വിധം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ കട്ടയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. കാരണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും തൈര് ചേർക്കരുത്. അത് കട്ടയായിട്ട് കിടക്കും, പിരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാവുന്നതാണ്. ഇപ്പം നല്ല കുറുകിയൊരു കടുക് പൊട്ടിച്ച് ചേർക്കുന്നതിനായിട്ട് വേറൊരു പാത്രം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വറ്റൽമുളക് അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. കാരണം അടച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ ആ സത്തുക്കളെല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റായി വരികയുള്ളൂ. കുറേ സമയം കഴിഞ്ഞ് ഈ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രുചികരമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചോറിൻ്റെ കൂടെ നമുക്ക് ഇത് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.